നാളുകളേറെയായി കേട്ടുപഴകിയ ചോദ്യങ്ങൾക്കൊടുവിൽ ഉത്തരമായി. തമിഴക വെട്രിക്കഴകം. തമിഴ് മക്കളുടെ ഇളയ ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ആദ്യ ചുവടുവെപ്പ്. ദ്രാവിഡ കക്ഷികൾ മാത്രം വേരുപിടിക്കുന്ന തമിഴ് മണ്ണിൽ വിജയ് തന്റെ പാർട്ടി രൂപീകരിച്ച് ജനമനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. ജനങ്ങളുടെ നേതാവായി നടുക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്കും യാതൊരുവിധ കുറവുമില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന വിജയ് ഉന്നമിടുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴകം വെട്രിക്കഴകം പിന്തുണയ്ക്കാൻ പോകുന്നത് ആരൊക്കെയാകും? ഭരണപക്ഷമായ DMK-ക്ക് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു ഭീഷണിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കമലഹാസനും രജനീകാന്തും പരീക്ഷിച്ച രാഷ്ട്രീയ വിജയങ്ങളും വിജയകാന്തിന്റെ രാഷ്ട്രീയ ഉയർച്ച താഴ്ചകളും ഒരു വലിയ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിജയുടെ പാർട്ടി ഇനി ആർക്കൊപ്പം? തമിഴ് സിനിമകളിൽ നായകനായി നേതാവായി അരങ്ങുവാഴുമ്പോൾ പൊതുവെ ചെറുപ്പം കൈമുതലായുള്ള വിജയ് പൊതുരംഗത്തിറങ്ങുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. കാലങ്ങളായുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ തന്റെ ഇന്നോളമുള്ള ജീവിതത്തിൽ പങ്കുവെച്ച പലതും. മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരെ പറയാതെ പറഞ്ഞ ചില ശക്തമായ നിലപാടുകൾ ഇതിന് ഉദാഹരണമാണ്. വെള്ളിത്തിരിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ മണ്ണാണ് തമിഴ് മക്കളുടേത്. എന്നാൽ എത്ര വലിയ ജനപ്രിയനാണെങ്കിലും എല്ലാവരെയും ഒന്നും വാഴിച്ച ചരിത്രം തമിഴ് മക്കൾക്കില്ല എന്നതാണ് വാസ്തവം. MGR, ജയലളിത, വിജയകാന്ത് എന്നിവർക്ക് ശേഷം അത്രമേൽ പ്രബലരായ മറ്റൊരു താരവും സിനിമയിൽ നിന്നും പിറവി കൊണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. ശിവാജി ഗണേശൻ, ശരത് കുമാർ, ഖുഷ്ബു എന്നിവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവേശനവും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ. തമിഴകത്തിന്റെ തലൈവർ രജനീകാന്തിന്റെ രാഷ്ട്രീയ തിരക്കഥ പലവട്ടം പാളിയതാണ്. തിയേറ്റർ പൂരപ്പറമ്പാക്കുന്ന വിജയ്ക്ക് രാഷ്ട്രീയം എത്രമാത്രം വഴങ്ങുമെന്ന ചോദ്യത്തിന് ഇവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല. സിനിമയുടെയും മറ്റു സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വിളിച്ചു പറഞ്ഞ വിജയ് സമയാസമയങ്ങളിൽ വലിയൊരു ജനക്കൂട്ടത്തിന്റെ കയ്യടിയും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 2009 രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ദേശീയ കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന കുമാരസ്വാമി കാമരാജനോടുള്ള വിജയുടെ ആരാധനയും വിജയ് കോൺഗ്രസിലേക്ക് ചുവട് വെച്ചേക്കുമോ എന്ന ചില അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെ ഈ നടന് കോൺഗ്രസിലേക്ക് ക്ഷണവും ലഭിച്ചിരുന്നു. BJP സർക്കാരിനോടുള്ള എതിർപ്പ് പലപ്പോഴായി തുറന്നു കാട്ടിയത് വിജയ്ക്ക് താൽക്കാലിക തിരിച്ചടികൾ സമ്മാനിച്ച ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. EDയുടെ റെയ്ഡ് അടക്കം വിജയെ തേടിയെത്തിയതും സമീപകാലത്തായിരുന്നു. തിരശ്ശീലയിൽ പലതവണ തന്റെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഊന്നിപ്പറഞ്ഞിരുന്ന വിജയ് കള്ളവോട്ടിനെതിരെ നിയമപരമായി പോരാടുന്ന യുവാവിന്റെ കഥ പറഞ്ഞ സർക്കാർ, തലൈവിലൂടെ GST പരാമർശം, അങ്ങനെ പലതും വിവാദങ്ങൾ സൃഷ്ടിച്ചു. വോട്ട് ചെയ്യാൻ സൈക്കിൾ ചവിട്ടി വിജയ് എന്ന രാഷ്ട്രീയം പറഞ്ഞു വെച്ചു. പിന്നീട് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ തമിഴ് മക്കൾക്ക് മുന്നിൽ പ്രവർത്തിച്ചു കാണിച്ചു. തമിഴ്നാട് ബോർഡ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുന്ന വേദി വിജയ് നടത്തിയ പരാമർശവും വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചു. പണം വാങ്ങി വോട്ട് ചെയ്യരുത്. വിജയുടെ ഈ വാക്കുകൾ വീണ്ടും രാഷ്ട്രീയ പ്രവേശന അഭ്യൂഹങ്ങൾക്ക് താളമേകി. ഇന്ത്യയിൽ ശക്തമായ ജാതിമത രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ കുറിപ്പിൽ തന്നെയുണ്ട് ഈ നടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. തമിഴകത്തെ രാഷ്ട്രീയം നെഞ്ചെടുപ്പോടെ ഉറ്റുനോക്കുകയാണ് ഈ നായകന്റെ മാസ് എൻട്രിക്കായി.